ആധുനിക കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളോടുള്ള ആസക്തിയിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടുവാനും കുട്ടികൾ ദൈവവചനത്തിൽ ഊന്നിയ നന്മയുടെ മാർഗം തെരഞ്ഞെടുക്കുന്നതിനുമുള്ള പ്രചോദനം നൽകുക എന്നതുമാണ് വചനോപാസന മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. വചനോപാസന 2024 വർഷ വിജയികൾക്കായുള്ള സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. വചനോപാസന 2024 വർഷ വിജയികൾക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ വചന പഠന മത്സരത്തിൽ വിജയിച്ച കുഞ്ഞുങ്ങൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും നൽകി ആദരിച്ചു. CMI മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസും ഇടുക്കി CMC കർമ്മൽഗിരി പ്രൊവിൻസും ഇടുക്കി രൂപതയുടെ തിരുബാല സഖ്യവും ചേർന്നാണ് തിരുവചനം മത്സരം സംഘടിപ്പിച്ചത്. വചനോപാസന മത്സരത്തിന്റെ വിജയികൾക്കായുള്ള സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മവും സമ്മാനദാനവും ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു. ഇടുക്കി കരിമ്പൻ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തിയ സമ്മാനദാന ചടങ്ങിൽ മൂവാറ്റുപുഴ CMI കർമ്മൽ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ CMI കാർമൽ വികാർ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI ആമുഖ പ്രഭാഷണം നടത്തുകയും തിരുബാല സഖ്യം ഇടുക്കി രൂപതയുടെ ഡയറക്ടർ റവറൻഡ് ഫാദർ അമൽ താണോലിൽ സ്വാഗതം ആശംസിക്കുകയും CMC കാർമൽഗിരി ഇടുക്കി പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി പോൾ CMC അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും CMC കാർമൽഗിരി പ്രൊവിൻസിലെ ഫെയ്ത്ത് ഫോർമേഷൻ കൗൺസിലറായ സിസ്റ്റർ മേബിൾ CMC നന്ദി പറയുകയും ചെയ്തു. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് 3 ഭാഗങ്ങളിലായി 53 ഇടവകളിൽ നിന്നുള്ള പങ്കെടുത്ത 1000 കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 48 കുട്ടികളെയാണ് ആദരിച്ചത്. ഇതിൽ 3 കാറ്റഗറികളായി 1, 2, 3 സ്ഥാനങ്ങൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുകയുണ്ടായി. ഈ ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ തുടങ്ങി മറ്റ് നവമാധ്യമങ്ങളോടുള്ള അഡിക്ഷനിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടുക എന്നതും കുട്ടികൾ ദൈവവചനത്തിൽ ഊന്നിയ നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രചോദനം നൽകുക എന്നതുമാണ് ഈ വചനോപാസന മത്സരത്തിന്റെ ലക്ഷ്യം എന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വചനം പഠിക്കുന്നത്, മത്സരം നടത്തുന്നത് അതിൽ തന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒന്നല്ല, മറിച്ച് വചനത്തിന്റെ കാതലായ, വചനത്തിന്റെ കേന്ദ്രമായ ദൈവത്തെ മനുഷ്യാവതാരം ചെയ്ത വചനമായ ഈശോ മിശിഹായെ സഹായകനായി അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാനുള്ള ജീവിതപാതയിൽ വെളിച്ചമായിട്ട് സ്വീകരിക്കുവാനുള്ള വഴിയാണ് ഈ വചന പഠനം. ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ വചന ഉപാസന യഥാർത്ഥത്തിൽ ഒരു ഉപാസനയായിട്ട് തീരുന്നത്. 128 വചനങ്ങൾ മനഃപ്പാടമാക്കിയ കുട്ടികൾ തുടങ്ങി 935 വചനങ്ങൾ വരെ മനഃപ്പാടമാക്കിയ കുട്ടികൾ വരെ ഈ മത്സരത്തിൽ സമ്മാനാർഹരായി. വചന പഠനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് CMI കർമ്മൽ പ്രൊവിൻസ് മൂവാറ്റുപുഴയിലെ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ റോയി കണ്ണഞ്ചിറ CMI പറഞ്ഞു. വചനം നമ്മെ അതുപോലെ അനുഭവിപ്പിക്കുകയാണ്. ഈശോയുടെ വചനം നമ്മുടെ മക്കൾക്ക് പാദങ്ങൾക്ക് വിളക്ക് തന്നെയാണ് എന്ന് അവരുടെ അനുഭവം കൊണ്ട് അവർ തെളിയിക്കുകയാണ്. 900 അല്ലെങ്കിൽ 700, 800 വചനങ്ങളൊക്കെ മക്കൾ കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ ഈ ന്യൂസ് വന്നപ്പോൾ ഇടുക്കി രൂപതയുടെ തിരുവാല സഖ്യത്തിനും രൂപതാ സംവിധാനങ്ങളുടെ മക്കളുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നല്ല സമർത്ഥരായ വൈദികരുടെ സഹകരണത്തോടെ മക്കളുടെ വിശ്വാസ പരിശീലനത്തിൽ സമർപ്പിത സമൂഹങ്ങൾ കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുത സാക്ഷ്യത്തിന് ഈ വചനോപാസന ഇടുക്കി രൂപതയിലൂടെ കേരള കത്തോലിക്ക സഭയ്ക്ക് ഒരു മാതൃകയായി മാറുന്നു എന്നത് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 കാറ്റഗറികളിലായി 1, 2, 3 സ്ഥാനം ലഭിച്ചവർക്ക് 3000, 2000, 1000 രൂപ തുടങ്ങിയവയുടെ ക്യാഷ് പ്രൈസുകളും ട്രോഫിയും സമ്മാനമായി നൽകി. കൂടാതെ ഫൈനൽ റൗണ്ടിലെത്തിയ 48 കുട്ടികൾക്കും ഷീൽഡുകളും ബുക്കുകളും സമ്മാനമായി നൽകി. അതോടൊപ്പം തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹനമായി മെഡലുകളും നൽകി. വചനോപാസന മത്സരം ആരംഭിച്ചിട്ട് 6 വർഷത്തോളമായി. ഇതിന് ആരംഭം കുറിച്ചത് CMI മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട വിനീത് വാഴക്കുടി അച്ഛനും CMC കാർമൽഗിരി പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിൻഡ CMCയുമാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം വഹിക്കുന്നത് CMI കാർമൽ പ്രൊവിൻസ് മൂവാറ്റുപുഴയിലെ വികാർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട റോയി കണ്ണഞ്ചിറ അച്ഛനും CMC കാർമൽഗിരി പ്രൊവിൻസിലെ ഫെയ്ത്ത് ഫോർമേഷൻ കൗൺസിലറായ സിസ്റ്റർ മേബിൾ CMCയും ഇടുക്കി രൂപത തിരുബാല സഖ്യവുമാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.